ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് സ്മൂത്ത് ബ്ലർ ട്രാൻസിഷനും കട്ടൗട്ട് ട്രാൻസിഷനും എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വേണ്ടി നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സോങ് ആഡ് ചെയ്ത ഒരു സോങ്ങിന്റെ ബീറ്റ് മാർക്കിനനുസരിച്ച് ഇതേപോലെ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ആദ്യം നമുക്ക് സ്മൂത്ത് ബ്ലർ ട്രാൻസിഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായി ഇവിടെ ആയിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തതിന് ശേഷം വീഡിയോ എഫക്റ്റ് എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നൈറ്റ് ക്ലബ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം ഇവിടെ ഷേക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു എഫക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ഈ ഒരു എഫക്റ്റ് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഞാൻ വെക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു എഫക്റ്റിൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഇതേപോലെ ആ ഒരു എഫക്റ്റിൽ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം താഴെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുന്ന് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യും. അതിനകത്ത് ആൾ വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. പക്ഷെ അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു ബീറ്റ് മാർക്കിന്റെ സെന്റർ വരുന്ന പോലെ ഈ ഒരു രീതിയിലൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ വെക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. പക്ഷേ ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ടൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റാർട്ടിങ്ങിലായിട്ടൊരു കീ ആഡ് ചെയ്തതിനു ശേഷം ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ശേഷം അതിന്റെ സെന്ററിലായിട്ടൊരു കീ ആഡ് ചെയ്യുക. സെന്ററിലായിട്ടൊരു കീ ആഡ് ചെയ്തതിനു ശേഷം അതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 10 ആയി കൊടുക്കും. ഇതേപോലെ 10 ആയി കൊടുക്കും. താഴെ കിടക്കുന്ന നിങ്ങൾ ഇതേപോലെ തന്നെ കൂട്ടി 9 ആയി കൊടുക്കുക. 9 ആയി കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം ഇതിന്റെ അവസാനം ഒരു കീ ആഡ് ചെയ്യും. അവസാനം ഒരു കീ ആഡ് ചെയ്തതിനു ശേഷം അഡ്ജസ്റ്റ് വന്നതിന് ശേഷം അത് ഫുള്ളായിട്ട് ഇതേപോലെ കുറച്ച് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യും. നമുക്ക് ഒരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യണം. ഇതിന്റെ ഈ ഒരു എഫക്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം വീഡിയോ എഫക്റ്റ് സെലക്ട് ചെയ്യും. വീഡിയോ എഫക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലെൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ലെൻസ് സെലക്ട് ചെയ്യും. അതിനകത്ത് ആദ്യം കാണുന്ന ഒരു ബ്ലർ സെലക്ട് ചെയ്യും. ശേഷം ഒരു ടിക്ക് മാർക്ക് കൊടുക്കും. അതും ഇതേപോലെ ഡ്രാഗ് ചെയ്ത് മറ്റേതിന്റെ അത്രയും തന്നെ ആക്കി കൊടുക്കുക. ഈ രീതിയിൽ കുറച്ച് നിങ്ങൾ മറ്റേതിന്റെ ആ ഒരു അളവിൽ തന്നെ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഡ്രാഗ് ചെയ്ത ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് ഒബ്ജക്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യും. പക്ഷെ അതിനകത്ത് ആൾ വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് വന്ന് നിങ്ങൾ ഒരു കീ ആഡ് ചെയ്യും. സ്റ്റാർട്ടിങ്ങിലായിട്ട് കീ ആഡ് ചെയ്തതിനു ശേഷം അത് ഫുള്ളായിട്ട് ഇതേപോലെ കുറച്ച് കൊടുക്കും. ശേഷം അതിന്റെ സെന്ററിലായിട്ട് ഒരു ബീറ്റ് മാർക്ക് വരുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു കീ ആഡ് ചെയ്യും. ആഡ് ചെയ്തതിനു ശേഷം അത് ഇങ്ങനെ കൂട്ടി ഒരു 30 ആക്കി കൊടുക്കുക. 30 ആക്കി കൊടുത്തതിന് ശേഷം അവസാനം വരിക. അവസാനം വന്നതിന് ശേഷം അവസാനം ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇതേപോലെ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഒരു സ്മൂത്ത് ബ്ലർ ട്രാൻസിഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഷേക്ക് വന്നിട്ട് പെട്ടെന്ന് ബ്ലർ ആയിട്ട് പോകുന്ന ഒരു എഫക്റ്റ്. ഇത് നമുക്ക് എല്ലാ വീഡിയോയിലും ആഡ് ചെയ്യണം. ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു എഫക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത ശേഷം താഴെ കോപ്പി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു കോപ്പി സെലക്ട് ചെയ്യും. പക്ഷെ അത് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് അടുത്ത ബീറ്റ് മാർക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. പക്ഷെ രണ്ടാമത്തെ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ എഫക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം കോപ്പി എടുക്കുക. അതും ഇതേപോലെ ഡ്രാഗ് ചെയ്ത് അതിന്റെ താഴെയായിട്ട് ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. ഒരു മെത്തേഡിൽ തന്നെ വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഒരു എഫക്റ്റ് ശേഷം കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം അതും ഇതേപോലെ ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. ശേഷം അതേപോലെ തന്നെ അടുത്ത താഴത്തെ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. കോപ്പി എടുക്കുക. അതും ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് അതിന്റെ താഴെയായിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെയുള്ള എല്ലാ വീഡിയോ ക്ലിപ്പിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ കട്ടൗട്ട് ട്രാൻസിഷൻ ചെയ്യാൻ നോക്കാം. അതിനായി നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ എവിടെയാണോ വേണ്ട ആ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യും. ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഫ്രീസ് സെലക്ട് ചെയ്യും. അത് നമുക്കൊരു ഇമേജ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. അപ്പോൾ താഴെ വീണ്ടും ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഓവർലേ സെലക്ട് ചെയ്യും. പക്ഷെ ആ ഒരു ഓവർലേ ഇതേപോലെ ഡ്രാഗ് ചെയ്തതിന് മുമ്പുള്ള വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോയിൽ ഇതേപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന്റെ മുമ്പത്തെ ആ ഒരു വീഡിയോയിൽ ഈ ഒരു രീതിയിൽ ആ ഒരു ഇമേജ് നിങ്ങൾ താഴെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഒരുപാട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു കട്ടൗട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്യും. പക്ഷെ ടിക്ക് മാർക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും.
ശേഷം ഈ ഒരു ഇമേജിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് വന്ന് നിങ്ങളൊരു കീ ആഡ് ചെയ്യും. ഇതേപോലെ തന്നെ അവസാനവും നിങ്ങൾ ഇതേപോലെ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. കീ ആഡ് ചെയ്ത് കൊടുത്തതിന് സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്ന് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്നാണോ വരേണ്ട ആ ഒരു സൈഡിലോട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം 2 കീയുടെ ഇടയിൽ വന്നതിന് ശേഷം അവസാനം നിങ്ങൾക്ക് ഗ്രാഫ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഗ്രാഫ് സെലക്ട് ചെയ്യും. ആദ്യം കാണുന്ന ഈ ഒരു ഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് കൊടുക്കും. പക്ഷെ ഇതിന്റെ ഒരു സെന്റർ വന്നിട്ട് ആഡ് ബീറ്റ് കൊടുത്തിട്ട് ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഗ്രാഫ് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഗ്രാഫ് കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഈ ഗ്രാഫാണ് കൊടുക്കുന്നത്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ല, ഇതേപോലെ വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു രീതിയിൽ കറങ്ങി വരുന്ന ഈ ഒരു എഫക്റ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ലോ പാസ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമുക്കൊരു ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ സൗണ്ട് കുറഞ്ഞു വരത്തില്ലേ, അവിടെ നമുക്കൊരു ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെയാണ് ആ ഒരു സോങ്ങിൽ സൗണ്ട് കുറഞ്ഞു വരുന്നത് അവിടെ നിന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നിങ്ങളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അതിന്റെ അവസാനവും നിങ്ങളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ നിന്നിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിൽറ്റർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യും. അതിൽ അഡ്ജസ്റ്റ് സെലക്ട് ചെയ്യും. അഡ്ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു സാച്ചുറേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കും. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു സൗണ്ട് കുറഞ്ഞു വരുന്ന ഭാഗത്തേക്ക് ഈ ഒരു എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.